ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 2 ദിവസമായി തകർത്ത് പെയ്യുന്ന ശക്തമായ മഴയിൽ മാഹി ചെറുകല്ലായി കുന്നിൽ രാജീവ് ഗാന്ധി ക്ലബിന് മുന്നിലായുള്ള വലിയ പറമ്പത്ത് വീടിന് തൊട്ടുള്ള മതിൽ തകർന്നു. ആളപായമോ മറ്റ് നാശനഷ്ടങ്ങളോ ഉണ്ടായിട്ടില്ല. പുതുതായി നിർമ്മിക്കുന്ന ഇരുനില കെട്ടിടത്തോട് ചേർന്നാണ് ഈ കൂറ്റൻ മതിൽ നിർമ്മിച്ചത്. ഇത് 2ാം തവണയാണ് മതിൽ തകർന്നു വീഴുന്നത്. തകർന്ന മതിലിന് ചേർന്നുള്ള വലിയ പറമ്പത്തെ ലതയുടെ വീട് അപകട ഭീഷണിയിലാണുള്ളത്. ഏത് സമയവും തകർന്നു വീഴാൻ പാകത്തിലാണുള്ളത്. വീടിന്റെ തറയുടെ അടിഭാഗം പുറത്തേക്ക് തള്ളിയ നിലയിലാണുള്ളത്. റവന്യൂ വകുപ്പ് അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. പുതുതായി നിർമ്മാണത്തിലുള്ള വീടിന് കേടുപാടുകൾ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. അപകട ഭീഷണിയെ തുടർന്ന് ലതയും മക്കളും വീട് പൂട്ടി പന്തക്കിലെ സഹോദരിയുടെ വീട്ടിലാണ് താമസം. ഭർത്താവ് മരണപ്പെട്ടതിനെ തുടർന്ന് താനും മക്കളുമാണ് ഇവിടെ താമസമെന്ന് ലത പറഞ്ഞു. താഴത്തെ ഭൂമിയിൽ നിന്ന് JCB ഉപയോഗിച്ച മണ്ണ് നീക്കം ചെയ്തതാണ് അപകടത്തിന് കാരണമെന്ന് ലത പറഞ്ഞു. സംഭവം കഴിഞ്ഞ വർഷം ഇതിങ്ങനെ മതിലിടിഞ്ഞ് തകർന്നിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത ഇതിൽ സ്ഥലം മാറി നിൽക്കാൻ പറഞ്ഞതാണ്. അവർ വന്നിട്ട് സ്ഥലം മാറി നിന്ന് അന്നേരം ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഓരോ അധികാരത്തിൽ നമുക്കിവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഉള്ളത്. കാരണം ഒരു നില വീട് ഇവർ എടുത്തിട്ട് ഈ ഗടങ്ങ് കെട്ടി ആ ഗടങ്ങിൻ്റെ മേലെ കൂടി തന്നെയാണ് ഈ 2ാമത്തെ ചെയർ കേസിനൊന്നുമില്ല. ഒരു ചെയർ കേസ് ഒന്നും വെക്കാണ്ട് നമ്മൾ ഈ പാലത്തിനെ കൂടിയാണ് ഈ 2 നിലയെടുത്ത്. അപ്പോൾ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഇവർ ഓരോ അധികാരത്തിലാണ് ഇതേ കൂടി തന്നെ കയറിയിട്ട് ചെയ്ത് ഈ മതിൻ്റെ മേലെ കൂടി ചെയ്തത്. ഇത് വീണിട്ട് 2 ദിവസമായിട്ട് ഒന്നും ഇവിടെ കാര്യം നോക്കുകയോ ഇത് ചെയ്യുകയോ ചെയ്തിട്ടില്ല. ഇത് SI ജയരാജൻ്റെ അവൻ്റെ നേതൃത്വത്തിലാണ് ഇത് ചെയ്യുന്നത്. എല്ലാം എടുക്കുന്നത് അവൻ നിന്നിട്ടാണ്. അവൻ്റെ ഏട്ടൻ ഗൾഫിലാണ്. അവരെ സ്ഥലമാണ് ഇത്. 3 നില അട്ടിയായിട്ടുള്ള സ്ഥലമാണ്. അതിവർ ഇടിച്ച് നിരത്താക്കി. ഇവിടെ പ്രായമായ അമ്മയുള്ളവരാണ് ഇവർ ഇതെല്ലാം ചെയ്ത് JCB വെച്ച് വലിച്ചിട്ടാണ് ഇത് ഒരു ഗടങ്ങ് കെട്ടിയത്. അപ്പോൾ ഈ JCB വെച്ച് വലിച്ച സ്ഥലമാണ് ഇപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ ഇടിഞ്ഞ്, ഇപ്രാവശ്യം ഇടിഞ്ഞ്. അപ്പോൾ ഇത് ഞാനൊന്നും ചെയ്യൂല എന്നാണ് അവർ പറയുന്നത്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.